ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഇന്നിപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. പിന്നെ പെരുന്നാളിൻ്റെ വ്ളോഗും കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല കേട്ടോ. അതാണ് ഈദ് വ്ളോഗൊന്നും കാര്യങ്ങളൊന്നും കാണാത്തത്. ഇതിപ്പോൾ പെരുന്നാളിന് മുമ്പ് അതായത് ജൂൺ 5-ന് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനൊക്കെ മടിച്ചങ്ങനെ ഇരുന്നതാണ്. അതാണ് ഇത്രയും ലേറ്റായി പോയത് കേട്ടോ. ജൂൺ 4-നായിരുന്നു മോൾക്ക് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അലക്കാനുള്ളത് ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്നലെ മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും വേണ്ടിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഈവനിങ് വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ലഞ്ചൊക്കെ കൊടുത്ത് വിടണം. അപ്പോൾ ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആയിട്ടുണ്ട് കിച്ചണിലേക്ക് കയറുമ്പം. എന്താ പറയുക, 9:30 മണിയൊക്കെ ആവും കേട്ടോ അവൾക്ക് സ്കൂൾ ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. എന്നാലും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപാടികളൊക്കെ അങ്ങ് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് വേഗം വേഗം ഓരോന്ന് ചെയ്യാം കേട്ടോ. ഇത്രയും ദിവസം എന്ന് വെച്ചാൽ വെക്കേഷനായിട്ട് പണികൾക്കൊന്നും ഒരു ഓർഡർ ഇല്ലായിരുന്നു. എന്നും പണികൾ തീരണേ ഒരുപാട് ലേറ്റ് ആവാറുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്നും വേഗം വേഗം എല്ലാം കഴിയും. അങ്ങനെ ഫസ്റ്റ് തന്നെ കിച്ചണിൽ കയറിയിട്ട് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ചോറിനുള്ള വെള്ളമൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, കറികൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ എൻ്റെ മനസ്സിൽ തലേദിവസം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് സാമ്പാറൊക്കെ വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അതിനുള്ള പരിപ്പൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പാർ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ആദ്യമൊക്കെ സ്കൂൾ ഉള്ളതിൻ്റെ തലേദിവസം രാത്രി തന്നെ ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു റിലേയിലേക്ക് എന്താ പറയുക ഒന്ന് വരണം. തലേദിവസം തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇത്രയും ദിവസം അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ എന്തായാലും ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമുക്ക് തലേദിവസം എന്തെങ്കിലുമൊക്കെ പിറ്റേ ദിവസം കുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ രാവിലെ നമുക്ക് വേഗം പണികളൊക്കെ തീർത്തിട്ട് കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്തിടാം കേട്ടോ. ഇല്ലെങ്കിൽ കിച്ചണിൽ വന്നിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടൈമും ഒരുപാട് ലേറ്റ് ആവും. പിന്നെ നമ്മുടെ പണികളും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, തലേദിവസം തന്നെ അധികം പ്ലാനാക്കി വെക്കുക. പിന്നെ പുതിയതായിട്ട് സ്കൂളിലേക്ക് കുട്ടികളെ ആദ്യമായിട്ട് വിടുന്ന അമ്മമാരുണ്ടാവും, നമ്മളെ വീഡിയോസ് കാണുന്നവർ, അല്ലെങ്കിൽ വിട്ട് പരിചയമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ഞാൻ ഇനിയിപ്പോൾ വരുന്ന വീഡിയോസിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാൻ പറ്റിയ ഒരുപാട് ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഇനിയും കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, വീഡിയോസൊക്കെ കണ്ടു വെക്കുക കേട്ടോ. പണ്ട് മുതലേ സാമ്പാർ നമ്മളെ പുരയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വറുത്തരച്ചത് അത്ര താല്പര്യമില്ല, പൊടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ പണി എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത്. പിന്നെ ഇതാ ചോറൊക്കെ തിളച്ച് വന്നപ്പോൾ റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുകയാണ്. റേഷൻ അരിയാണ് കേട്ടോ നമ്മൾ വെക്കാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഏകദേശം ഒരു 20 to 25 മിനിറ്റിനുള്ളിൽ തന്നെ ചോറൊക്കെ റെഡിയായി കിട്ടലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഗ്യാസ് മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത്, അടുപ്പ് ഉപയോഗിക്കില്ലല്ലോ, അപ്പോൾ ഗ്യാസ് നിങ്ങൾക്ക് എത്ര മാസം കിട്ടുമെന്ന്. ജസ്റ്റ് പോയിട്ട് ഒരു 3 മാസം വരെ, 3 മാസം അടുത്തൊക്കെ എന്തായാലും കിട്ടലുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ കെറ്റിൽ ഉപയോഗിക്കാറുണ്ട്, ഗ്യാസും അല്ലെങ്കിൽ കറണ്ടടുപ്പ് ഗ്യാസ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് കേട്ടോ യൂസ് ആക്കാറുള്ളത്. അപ്പോൾ കെറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കണമെങ്കിൽ അതിലേക്കുള്ള വെള്ളം തിളപ്പിക്കാൻ, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ, അതിൽ ചോറ് വെക്കാനുള്ള വെള്ളം അടുക്കൊക്കെ കെറ്റിൽ തിളപ്പിക്കും. അങ്ങനെ വെള്ളത്തിൻ്റെ പരിപാടികൾ അധികവും കെറ്റിൽ തന്നെയാണ് കേട്ടോ ചെയ്യുക. പക്ഷേ കറണ്ട് ബില്ല് ഏകദേശം ഒരു 600-700 അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഇത്രയും കാലം വന്നിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതാ ഞാൻ സാമ്പാർ ആയതുകൊണ്ട് തന്നെ നീർദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത്. സാമ്പാറും ദോശയാകുമ്പോൾ നല്ല കോമ്പിനേഷനാണല്ലോ. നീർദോശ ആദ്യമൊക്കെ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ പൊടി കുഴച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാറ്. വറുത്ത പൊടി ആകുമ്പോൾ പച്ചരി കൊണ്ടാകുമ്പോൾ അത് മിക്സിയിൽ അരച്ചിട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വറുത്ത പൊടിയും കൊണ്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഒട്ടിപ്പ് പോലെ തോന്നാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് മിക്സിയിൽ ഇങ്ങനെ മാവ് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാറ്. അങ്ങനെ ആയപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നീർദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒട്ടിപ്പിടുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പായിരുന്നേ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നീർദോശയൊക്കെ എല്ലാവർക്കും അറിയുന്ന ഐറ്റമാണല്ലോ, എന്നാലും അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദോശ ചുടൽ പരിപാടിയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പുളിയും കൂടെ അങ്ങ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് വറവും കൂടെ ഇട്ടെടുത്താൽ നമ്മുടെ സാമ്പാർ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മീൻ വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേഗം പോയിട്ട് കുറച്ച് അയിലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. സാമ്പാറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിച്ചതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. ഒരു ഉണക്കമീനായാലും മതി.
അപ്പോൾ അതാ പിന്നെ ഞാനിപ്പം മീനൊന്നും പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ. അത് മസാലയൊക്കെ തേച്ചിട്ട് വേഗം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ രാവിലെ തന്നെ നമുക്ക് മീനൊക്കെ കിട്ടിയാൽ നമ്മളെ പണികൾ പിന്നെ എത്ര പെട്ടെന്ന് അങ്ങ് കഴിയൂലേ. അല്ലെങ്കിൽ തലേദിവസം കൊണ്ടുവച്ചതായാലും മതി. അങ്ങനെ മീനൊക്കെ സെറ്റാക്കി. ഇനിയിപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് ഞാൻ സാമ്പാറും ഇന്നലത്തെ 2 പീസ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൂടെ പൊരിച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീനൊന്നും കൊടുത്തു വിടുന്നില്ല. അപ്പോൾ പിന്നെ മീൻ ഫ്രൈ ആക്കൽ നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നേരത്തെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അലക്കുന്ന പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ അലക്കിയതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള പണികൾ കിച്ചണിൽ എന്താ പറയുക നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അലക്കലിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വെള്ളം മാറ്റി കൊടുക്കുക, വെള്ളം റെഡിയാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള പണികളുടെ ഒപ്പം തന്നെ ഈ അലക്കൽ പരിപാടിയും കഴിയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ മോൾക്ക് സ്കൂള് ഞാൻ പറഞ്ഞല്ലോ സ്കൂൾ ബസ് വരുമ്പോൾ 9:30 35 ആവുന്നു. അപ്പോൾ പിന്നെ അവരെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ഒരു ടൈമും കൊണ്ട് ഞാൻ ഒതുക്കലും പെറുക്കലും ബെഡ് വിരിച്ചിട്ടിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അടിച്ചു വാരി അവളെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ചും കൂടെ വാരിടും. അതിനൊക്കെ ടൈം കിട്ടാറുണ്ട്. ഒന്നാമത് നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ ഒന്നുമല്ല, ഇന്നിപ്പോൾ 6:30 മണിയായി കിച്ചണിൽ കയറിയപ്പോൾ നല്ലൊരു ഓർഡറിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇനിയിപ്പോൾ സെറ്റിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ അവർ ഫ്രഷായിട്ട് മക്കൾ 2 പേരും എണീറ്റിട്ടുണ്ട് കേട്ടോ. അവർ ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തിട്ട് അതവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ പണികളും അവിടെ ലേറ്റായി പോകും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ കുട്ടികളും സ്കൂളിൽ പോയി പിന്നെ നമുക്ക് പഠിക്കണം എന്നുള്ളവരോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ തീരും കേട്ടോ. പിന്നെ ഇതാ ഞാനൊന്ന് വിരിച്ചിട്ടതിന് ശേഷം മോൾക്ക് പോകാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് യൂണിഫോമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. യൂണിഫോം മാറിയത് കൊണ്ട് ഇനിയിപ്പോൾ കിട്ടാൻ ഏകദേശം 1-2 ആഴ്ച പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടുന്ന് 2 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ, അപ്പോഴത്തേക്ക് ബസ് വരും. അങ്ങനെ ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ മോള് പോകുന്നതിന് മുമ്പ് അടിച്ചു വാരലും കൂടെ കഴിയുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ June 5 പരിസ്ഥിതിൻ്റെ അന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരടുത്ത വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അവിടെ പോയി അവിടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹോമിയോ ഡോക്ടേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് അവർ മരങ്ങളൊക്കെ നട്ടു. അതുപോലെ അവരുടെ കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.